ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലൊരു മോർണിംഗ് റൂട്ടിൻ്റെ ഒരു വ്ളോഗായിട്ടാണ്. എൻ്റെ വെജിറ്റബിൾ ഗാർഡനും അതുപോലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സിനമൻ ടീയുടെ റെസിപ്പിയും കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക. കൂടെ ഇതിനു മുമ്പൊക്കെ ഞാൻ വെജിറ്റബിൾ ഗാർഡൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ സജഷനൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ മോർണിംഗ് വ്ളോഗ് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇവിടെ ഇപ്പോൾ രാവിലെ 6 മണിയായി വരുന്നതേ ഉള്ളൂ. മഴ പെയ്യാൻ പോകുന്ന പോലെ നിൽക്കുന്നുണ്ട്. ആകാശമൊക്കെ ഇരുണ്ട് നിൽക്കുന്നുണ്ട്. അതോട് കുറച്ച് ചൂടുമുണ്ട്. ഞാൻ മിക്കവാറും ഒരു 5 അല്ലെങ്കിൽ 5:30 മണിയാകുമ്പോഴത്തേക്ക് ഉണരും. അതിനുശേഷം ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സൗണ്ട് കൊടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യും. കാരണം ആ സമയത്ത് ചെയ്താൽ മാത്രമേ കൂടുതൽ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതിനുശേഷം കുറച്ച് സമയം നമ്മൾ ടെറസിൽ നടക്കും. കാരണം ഈ കൊറോണ ചെയ്ത് കാരണം ഇപ്പോൾ പുറത്ത് ഇറങ്ങി അങ്ങനെ അധികം നടക്കാറില്ല. ടെറസിൻ്റെ മേടിൽ തന്നെ നടക്കുന്നത്. മെട്രോ ട്രെയിൻ കുറച്ച് നാൾ മുമ്പ് വരെ എറണാകുളം തൈക്കൂടം വരെയാണ് ഓടിയിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് പേട്ട വരെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ട്രെയിൻ പോകുന്നതും വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ചേട്ടൻ ഇവിടെ ചെടി നനക്കുന്ന പരിപാടികളിലൊക്കെയാണ്. ഇപ്പോൾ കുറേയധികം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. പയറൊക്കെ ഉണ്ടായിരുന്നൊക്കെ കുറേയൊക്കെ പോയി. എൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. പച്ചമുളക് ഇപ്പോൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ വെറൈറ്റി കാന്താരി മുളകും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ളൊരു മുളകാണ്. കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത്തിരി എരിവ് കൂടുതലാണ് ഈ മുളകിന്. ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളത് കോവയ്ക്ക, നിത്യവഴുതനങ്ങ, വഴുതനങ്ങ 2-3 വെറൈറ്റി ഉണ്ട്. വെണ്ടയ്ക്കയുണ്ട്. ചീരയൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പച്ചക്കറികളൊക്കെ റീപ്ലാന്റ് ചെയ്യലും നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്യലൊക്കെയാണ്. ഇപ്പോൾ നീളമുള്ള വഴുതനങ്ങ ഇതുപോലെ നല്ല പാകമായി നിൽക്കുന്നുണ്ട്. ഇതുപോലെ നീളമുള്ള വഴുതനങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട്. കുറേ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്രയും പച്ചമുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഇത് ധാരാളമാണ്. പിന്നെ ഇതുപോലെ പച്ച വഴുതനങ്ങ. വഴുതനങ്ങ നല്ല ടേസ്റ്റാണ് കറിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഗാർഡനും ടെറസും ഒക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. മഴയും അതുപോലെ തന്നെ നമ്മൾ ചെടിയുടെ നനവൊക്കെ കൊണ്ട് എപ്പോഴും പായൽ പിടിക്കുക. എപ്പോഴും അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇടണം. കുറച്ച് ഏരിയ ഉള്ളത് കാരണം 2-3 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളിലൊക്കെയാണ് ഇപ്പോൾ ചേട്ടൻ. രാവിലെ 9:30 മുതൽ ഒരു വൈകുന്നേരം 5:30 വരെ നല്ല വെയിലായിരിക്കും ടെറസിൽ. അപ്പോൾ അതിന് മുമ്പുള്ള സമയത്ത് രാവിലെയും കുറച്ച് സമയം കഴുകും. പിന്നെ വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടും കഴുകി വൃത്തിയാക്കുന്നത്. അല്ലെങ്കിൽ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഒട്ടും നിൽക്കാൻ പറ്റില്ല മേളിൽ. ഗ്രോ ബാഗൊക്കെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി. അപ്പോൾ അത് വെച്ചിരിക്കുന്ന ഇഷ്ടികയെല്ലാം എടുത്ത് മാറ്റി അതെല്ലാം കഴുകി ക്ലീൻ ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഏരിയയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെറസിലെ പരിപാടികളും നടത്തുമെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നു. അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ ലൈം വാട്ടറാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആകട്ടെ എന്നത് സിനമൻ ടീയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സിനമൻ ടീ അഥവാ പട്ടച്ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി വെള്ളത്തിലേക്ക് ഈ നീളത്തിലുള്ള 2 കഷ്ണം പട്ട എടുത്തിട്ട് ഒന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. സിനമൻ ടീ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും വളരെ നല്ലതാണ്. അപ്പം നിങ്ങളിത് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സിനമൻ്റെ ഒരു കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി സിനമൻ ടീ ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരണം. അതിനായിട്ടൊന്ന് മൂടി മാറ്റി വെക്കാം. ഇപ്പോൾ സിനമൻ ടീ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 കപ്പിലേക്ക് ഒഴിക്കുകയാണ്. 1 കപ്പ് ടീയിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കപ്പിൽ ചായയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 വിധത്തിലും നമ്മളിങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വയറെല്ലാം കുറയാനായിട്ട്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് സേമിയ വെജിറ്റബിൾ ഉപ്മാവാണ്. നമ്മൾ സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെജിറ്റബിൾസും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പാൻ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞൊന്നും പോകരുത്. സേമിയ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സേമിയ വറുത്തെടുത്ത പാൻ തന്നെ ഞാനൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പരിപ്പെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങണം. ഇപ്പോൾ പരിപ്പെല്ലാം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയിലൊന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതും ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ പച്ചക്കറികൾ ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അതുകൊണ്ടാണ് ആ ഭാഗം വീഡിയോയിൽ വരാതിരുന്നത്. വെജിറ്റബിൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. 2-3 മിനിറ്റ് പാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം മൂടി മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് പകുതി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇതിനായിട്ട് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ സേമിയ പല വെറൈറ്റി ഉണ്ട്. കട്ടി കുറഞ്ഞ സേമിയാണെങ്കിൽ ഇത്രയും വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ഇത്തിരി കട്ടിയുള്ള സേമിയാണ്. അതുകൊണ്ടാണ് ഇവിടെ 1.25 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്ന സേമിയയുടെ പാകം നോക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സേമിയ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി പാൻ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ സമയമാകുമ്പോഴത്തേക്കും സേമിയയിലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് കുക്കായി കിട്ടും. ഇപ്പോൾ മൂടി വെച്ചിട്ടൊരു 6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി മാറ്റി നമുക്ക് നോക്കാം. ഇപ്പം സേമിയയിലെ വെള്ളമെല്ലാം വറ്റി ഈ പാകമായി വന്നിട്ടുണ്ട്. ഒരു കഷ്ണം സേമിയ എടുത്ത് നോക്കാം. സേമിയ നന്നായിട്ട് വെന്തെല്ലാം വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആയി പോകേണ്ട ഈ പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയൊക്കെ തൂക്കി ഗാർണിഷ് ചെയ്യാം. ചെറിയ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. റെഡിയായ സേമിയ ഉപ്മാവ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിയും നല്ല ഈസിയുമായിട്ടുള്ള സേമിയ ഉപ്മാവ് റെഡിയായി കഴിഞ്ഞ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. സിനമൻ ടീയും ഉപ്പുമാവെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്